തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 10-ാമത് വാക്യത്തിൽ കണ്ടവർ നിന്റെ സമ്പത്ത് തിന്ന് കളയരുത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ അധ്വാന ഫലം, നമ്മുടെ കഷ്ടപ്പെട്ടതിൻ്റെ കൂലി, അത് നാം തന്നെ അനുഭവിക്കേണ്ടവരാണെന്നും അത് മറ്റുള്ളവർ കവർന്നെടുക്കുവാൻ, അവരനുഭവിപ്പാൻ അത് കാരണമായി തീരരുത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹഗായി പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അധ്വാനിപ്പാൻ പുറപ്പെട്ടതായ മനുഷ്യൻ കഠിനാധ്വാനം ചെയ്ത് വൈകിട്ട് സമയത്ത് തൻ്റെ കൂലി വാങ്ങി തൻ്റെ കൂലി സഞ്ചിയിലിട്ടുകൊണ്ട് വീട്ടിലേക്ക് കടന്നുപോയെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ആ സഞ്ചിക്കകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ടിരുന്നു എന്നോർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഈ കർഷകന് സംഭവിക്കപ്പെട്ടത്? അവൻ പകലന്തിയോളം അധ്വാനിച്ചു എന്നത് സത്യമാണ്. അവൻ്റെ കൂലി പണി കഴിഞ്ഞപ്പോൾ യജമാനൻ അവന് കൊടുത്തു എന്നത് സത്യമാണ്. അവൻ്റെ സഞ്ചിയിലിട്ടുകൊണ്ട് അവൻ്റെ കുടുംബം പോറ്റേണ്ടതിനു വേണ്ടി അവൻ വീട്ടിലേക്ക് പോകുന്നു എന്നതുമൊക്കെ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും തന്നെയാണ്. എന്നാൽ അശ്രദ്ധത നിമിത്തം താൻ അധ്വാനിച്ചുണ്ടാക്കിയതായ കൂലി, വാങ്ങിയിട്ടതായ സഞ്ചി, അത് ഓട്ടസഞ്ചി ആയിരുന്നതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു എന്ന് പറയുമ്പോൾ അവിടെ അശ്രദ്ധയുടെ പ്രാധാന്യത എടുത്ത് കാട്ടുകയാണ്. അധ്വാനിച്ചു, നന്മകൾ ലഭിച്ചു, അത് കൃത്യമായി സൂക്ഷിപ്പാനും കൃത്യമായ തലത്തിൽ അതിനെ വ്യാപാരം ചെയ്യുവാനും കഴിയാതെ പോയതുകൊണ്ടാണ് വലിയ നാശത്തിന്, നഷ്ടങ്ങൾക്ക് കാരണമായി തീർന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരുവൻ അപ്പനോട് എൻ്റെ വക തരയണമെന്ന് പറഞ്ഞു. അതൊക്കെ അവൻ അർഹതപ്പെട്ടതെന്നറിഞ്ഞ് അപ്പനവന് നൽകുവാനിടയായി. പക്ഷേ അതവന് കൃത്യമായി കൈകാര്യം ചെയ്യുവാൻ അറിയായിക കൊണ്ട് അതെല്ലാം അവന് നഷ്ടമായി പോകുവാനിടയായിത്തീർന്നു എന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു യജമാനൻ പരദേശത്തേക്ക് പോകുമ്പോൾ 3 ദാസന്മാരെ അരികത്ത് വിളിച്ച് ഒരുവന് 10, ഒരുവൻ 5, ഒരുവൻ 1 താലന്തുകൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ 1 ലഭ്യമായവന് വ്യാപാരം ചെയ്ത് നേടുവാനായിട്ട് കഴിയാതെ പോയതുകൊണ്ട് അതവന് നഷ്ടമാകുന്നതായ ചരിത്രവും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇവിടെയെല്ലാം നമ്മെ ഓർപ്പിക്കുന്നത്, നാം അനുഭവിപ്പാൻ വേണ്ടി ചില നന്മകൾ, ചില അനുഗ്രഹങ്ങൾ, ചില ശ്രേഷ്ഠതകൾ, ചില പദവികൾ ഒക്കെ ദൈവം നമുക്ക് നൽകുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായി അതിനെ നാം കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിൽ ആ നന്മകൾ, ആ സന്തോഷം, ആ സ്ഥാനങ്ങൾ ഒക്കെ മറ്റൊരുവൻ അപകരിച്ചു കൊണ്ടുപോകുവാൻ ഇടയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്നത് സൂക്ഷ്മതയോടെ നാം കാക്കുവാനും ആ നിലകളിൽ നാം മുൻപോട്ട് പോകുവാനും ഇടയായി തീരണമെന്നുള്ള ആഴമായ സന്ദേശത്തെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്നതിനെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിതം മുൻപോട്ട് കഴിക്കാം.
അങ്ങനെ നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിനായി നമ്മെ ഒരുക്കാം. അതിന് ദൈവം എൻ്റെ കേൾവിക്കാരായി നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾക്ക് ദൈവം നൽകുന്നതൊന്നും കണ്ടവർ തിന്നുകളയപ്പെടാതിരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ദൈവം നൽകുന്നത് ഞങ്ങൾ സൂക്ഷ്മതയോടെ പരിപാലിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ പകരണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.